52 വർഷം മുഴുവൻ നീണ്ട മിഷൻ പ്രവർത്തനത്തിന് ഫ്രാൻസിസ് ക്ലാരിസ്റ്റ് സന്യാസിനിക്ക് മാർപ്പാപ്പയുടെ പുരസ്കാരം. 52 വർഷം അമേരിക്കയിലെ സെയിന്റ് പോൾ ആൻഡ് മിനിയപ്പോളിസ് അതിരൂപതയിൽ സേവനമനുഷ്ഠിച്ച സന്യാസിനിയാണ് സിസ്റ്റർ ട്രീസ ജോസ് അത്തിക്കൽ. സഭയ്ക്കും കത്തോലിക്ക വിദ്യാഭ്യാസ മേഖലയ്ക്കും നൽകിയ സവിശേഷ സേവനങ്ങൾ പരിഗണിച്ചാണ് സിസ്റ്റർ ട്രീസ ജോസ് അത്തിക്കലിന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രോ എക്ലസിയ എത്ത് പൊന്തിഫിച്ചെ പേപ്പൽ ബഹുമതി ലഭിച്ചത്. ഗോൾഡ് ക്രോസ് മെഡലും മാർപ്പാപ്പയിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റും അടങ്ങുന്നതാണ് അവാർഡ്. പുരസ്കാരത്തിലേക്ക് നടത്തിയ വഴികളെക്കുറിച്ച് സിസ്റ്റർ ട്രീസ ജോസ് അത്തിക്കൽ സൺഡേ ശാലോം ഓൺലൈനോട് സംസാരിക്കുന്നു. ഞാൻ സിസ്റ്റർ ട്രീസ ജോസ് FCC ഫ്രാൻസിസ്കൻ ക്രൈസ്റ്റ് കോൺഗ്രിഗേഷൻ വിമല പ്രോവിൻസ് കോതമംഗലം കരിമുന്നൂരിൽ ജനിച്ചു വളർന്ന വീടിൻ്റെ മുറ്റത്തെ ക്ലാരമഠത്തിലേക്ക് 1964 എന്നെ നല്ല ദൈവം വിളിച്ച് പൊരുതി എന്നെ എന്നും കൈ പിടിച്ചു നടത്തിക്കൊണ്ടിരിക്കുന്നു. ചെറുപ്പം മുതലേ സിസ്റ്റേഴ്സിൻ്റെ FCC സിസ്റ്റേഴ്സിൻ്റെ സ്നേഹവും പരിലാളനയും ശിക്ഷണവും വളർന്നവളാണ്. 2 വർഷത്തെ സന്യാസ പരിശീലനവും 6 വർഷത്തെ പഠനവും കഴിഞ്ഞപ്പോൾ വിളിക്കുള്ളിൽ വേറൊളി വലി. 1972 അന്നത്തെ പ്രൊവിൻഷ്യലായിരുന്ന ബഹമാറ്റ ഗ്ലോറിയാമ വഴി ദൈവം ഒരു ചോദ്യം. USA മിനസോട്ട സ്റ്റേറ്റിൽ സെയിന്റ് പോൾ ആൻഡ് മിനിയാപോളിസ് ആർച്ച് ഡയസിസിൽ സെയിന്റ് ട്രീസ ഇടവകയിൽ സ്കൂളിലും ജോലി ചെയ്യാൻ പോകാമോ എന്ന് ഒരു ദിവസം ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും തന്നു. പ്രൊവിൻഷ്യൽ അമ്മയുടെ യെസ് പറഞ്ഞു. അങ്ങനെ മറ്റു 2 സിസ്റ്റേഴ്സ് മൊത്തം സിസ്റ്റർ ഇൻഫമേരിയും സിസ്റ്റർ റിറ്റിയും ഒരുമിച്ച് ഞങ്ങൾക്ക് 2 വർഷം മുമ്പേ പോയിരുന്ന സിസ്റ്റർ ട്രീസ മാർഗറ്റും സിസ്റ്റർ ജാൻസിയും പ്രവർത്തിക്കുന്ന ഇടവകയിലേക്ക് 1972 ഒക്ടോബർ 7 യാത്ര തിരിച്ച് 9-ാം തീയതി ഡീഭൈമിലെത്തി. കാലാവസ്ഥ, ടീച്ചിങ് മെത്തേഡ്സ്, ഭാഷ തുടങ്ങിയ ഏറെ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ 2-3 മാസം ക്ലാസ്സുകൾ സന്ദർശിച്ച് കണ്ടുപഠിച്ച് ക്രമേണ 3 മാസം കഴിഞ്ഞപ്പോൾ ടീച്ചിങ് ആരംഭിച്ചു. 6, 7, 8 ക്ലാസ്സുകളിൽ റിലീജിയനും സോഷ്യൽ സ്റ്റഡീസുമാണ് ഞാൻ പഠിപ്പിക്കുക. സൺഡേയിൽ വിശ്വാസ പരിശീലനം, പിന്നെ ഇടവകയിലൊക്കെ പറ്റുന്ന മറ്റു ജോലികളും ശുശ്രൂഷകളൊക്കെ ചെയ്തു തുടങ്ങി. ഒരു 40 വർഷമൊക്കെ ആയപ്പോൾ തോന്നി വേറെ വർഷമായാലോ നാട്ടിലേക്ക് പോയാലോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ 52 വർഷം അവിടെ സേവനം ചെയ്യാൻ ദൈവം അനുഗ്രഹിച്ചു. എല്ലാം നല്ല ഇടവകയും നല്ല സപ്പോർട്ടീവ് പേരൻസും ഒക്കെ ആയിരുന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും നന്നായി തന്നെ കൊണ്ടുനടന്നു. 52 വർഷം പോയതറിഞ്ഞില്ല. ഞാൻ പോയപ്പോൾ ഞാൻ ഓർത്തത് 5 വർഷത്തേക്കാണെന്ന് ഞാനിപ്പോഴും ഓർക്കുന്നു. പൊട്ടിക്കറിഞ്ഞ അമ്മയോട് ഞാൻ പറഞ്ഞു, 3 5 വർഷം കഴിയുമ്പോൾ തിരിച്ചു വരുമെന്ന്. ഏതായാലും 52 വർഷമായപ്പോൾ ഞാൻ പ്രൊവിൻഷ്യൽ അമ്മയോട് ചോദിച്ചു ഇനി നാട്ടിലേക്ക് വരാനാണ്. പ്രൊവിൻഷ്യൽ അമ്മ സമ്മതിച്ചു. അങ്ങനെ കഴിഞ്ഞ ഓഗസ്റ്റിൽ നാട്ടിലേക്ക് പോന്നു. 52 വർഷം യാത്ര പറച്ചിൽ അത്ര എളുപ്പമായിരുന്നില്ല. കുട്ടികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, പേരൻസ്, ഇടവക്കാർ, അങ്ങനെയൊക്കെ ഒത്തിരി പേർക്കും ഇനിയും പോകണ്ടെന്നായിരുന്നു. 3 വർഷം മുമ്പ് 15 സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 3-4 പേർ റിട്ടയർ ചെയ്ത് പോകുന്നു. ഇപ്പോൾ 8 പേരാണുള്ളത്. $52 വർഷം സേവനത്തിന്റെ ഫലമായി അമേരിക്കയിലെ നമ്മൾ ജോലി ചെയ്യുന്ന അതിരൂപതയിലെ ആർച്ച് ബിഷപ്പ് വഴി പരിശുദ്ധ പിതാവിൽ നിന്നും ഒരു അവാർഡ് എനിക്ക് ലഭിച്ചു. എന്നെ അവിടുന്ന് ആർച്ച് ബിഷപ്പ് ഫോണിൽ വിളിച്ച് സംസാരിച്ചു. ഇക്കാര്യത്തെ പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. പോപ്പിൽ നിന്ന് ലഭിക്കുന്ന ഒരു അവാർഡ്. അതിന്റെ പേര് പ്രോ എക്ലേസിയോ എറ്റ് പൊന്റിഫിച്ചെ. സഭയ്ക്കും പേപ്പൽ ഓഫീസിനും വേണ്ടി സേവനം ചെയ്തിട്ടുള്ള, ദീർഘകാലം സേവനം ചെയ്തിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ അവാർഡാണ്. എന്റെ പേരിലാണ്, എനിക്കാണ് അവാർഡ് കിട്ടിയതെങ്കിലും ഞാനത് FCC സഭയ്ക്കുള്ള ഒരു അവാർഡായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എന്റെ സുപ്പീരിയേഴ്സിന്റെ സഭയും അല്ലെങ്കിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. വളരെ ഒരു ഹംബിളിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയത്, ഇപ്പോഴും തോന്നുന്നു. പ്രത്യേകിച്ച് സെയിന്റ് ട്രീസ് പാരിഷ് ഇടവകയിലെ അച്ഛന്മാർക്കും പ്രിൻസിപ്പൽമാർക്കും ടീച്ചേഴ്സും സ്റ്റുഡൻസിനും അവരുടെ ഫാമിലിക്കും ഞാൻ ഒത്തിരി കടപ്പെടുന്നു. നമ്മുടെ ആർച്ച് ഡയസിസിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു അവാർഡ് കൊടുക്കുന്നത് തന്നെ. അമേരിക്കയിൽ പല സ്ഥലത്തും കിട്ടിയിട്ടുണ്ട് പലർക്കും, പക്ഷേ ഞങ്ങളുടെ ആർച്ച് ഡയസിസിൽ ആദ്യമായിട്ടാണ്.
ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. കൈപിടിച്ച് നടത്തി സഹായിക്കുന്ന നല്ല ദൈവത്തിന് നന്ദിയും സ്തുതിയും. ദൈവം, all glory and honor to God.